നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വേണ്ട പ്രസാദേട്ടാ, വേണ്ട. അവർ പോട്ടെ. പോട്ടേന്നോ? എന്തിനാ നീ എന്നെ തടഞ്ഞു നിർത്തുന്നേ? അവന്മാരൊക്കെ ആരാ? എന്തിനാ അവന്മാര് നിന്നെ ടാർഗറ്റ് ചെയ്യുന്നേ? ഏതവനെ നിന്നെ പിടിച്ചോണ്ടെല്ലാം കാത്തിരിക്കുന്നത്? ഞാൻ നിന്നോട് അഞ്ജലി ചോദിക്കുന്നേ, മറുപടി പറ. നിന്റെ വായിലെന്താ നാക്കില്ലേ? മറുപടി പറയടി. അഞ്ജലി, നിനക്ക് വേണ്ടി ഞാൻ അവന്മാരെ തല്ലിയത്. എന്റെ ജീവൻ പണയം വെച്ചിട്ടായാലും നിന്നെ രക്ഷിക്കണമെന്ന് ഉറപ്പിച്ചിട്ടാ സകലരോടും പോരാടിയത്. എന്നിട്ടും എന്താ നടക്കുന്നതെന്ന് തുറന്നു പറയാനുള്ള മനസ്സ് നീ കാണിക്കുന്നില്ല. എന്താ അതിനർത്ഥം? ഞാൻ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണെന്നല്ലേ? എന്നെ നിനക്ക് തീരെ വിശ്വാസമില്ലാന്ന്. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. പറയാതെയും ചിലതിന്റെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലാവും. അതാണ് ചോദിച്ചിട്ടും നീ മിണ്ടാതെ നിന്നത്. എല്ലാം പറയാനുള്ള സ്വാതന്ത്ര്യം ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഒന്നും പറയില്ലെന്ന വാശിയ നിനക്ക്. എന്നെ വിഡ്ഢിയാക്കാൻ, എനിക്ക് വിലയില്ലാതാവാൻ, അത്ര തന്നെ. ശരി ശരി, ഇവിടെ അമ്പല പരിസരത്ത് നിന്ന് ഇനി കണ്ണീർ വീഴ്ത്തണ്ട. ഞാനായിട്ട് ഇനി ഒന്നും ചോദിച്ച് തന്നെ വിഷമിപ്പിക്കുന്നില്ല. കരച്ചിൽ നിർത്ത്. എല്ലാം എന്തെങ്കിലും പറയണമെന്ന് തോന്നിയാൽ മാത്രം തനിക്ക് എന്നോട് പറയാം. അതിനുള്ള അവകാശം ഞാൻ തനിക്ക് തരിക. നോക്ക്, തന്നെക്കുറിച്ച് ഒന്നും അറിയില്ലല്ലോ എന്ന ചിന്ത എനിക്ക് വല്ലാത്ത വേദനയാണ്. ഏതായാലും എത്രയൊക്കെ വേദനിച്ചാലും ബുദ്ധിമുട്ടിച്ചാലും ശരി, തന്നെ ഞാൻ ഒരിക്കലും തനിച്ചാക്കില്ല. ഏതറ്റം വരെയും തനിക്കെന്നെ ആശ്രയിക്കാം. എന്താവശ്യവും പറയാം. ഞാൻ മരിച്ചിട്ടല്ലാതെ ഒരാളും തന്റെ ദേഹത്ത് തൊടില്ല. നീ വന്നിട്ട് കുറച്ച് ചന്ദനം തൊടാന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അല്ല, അമ്പലത്തിൽ പോയിട്ട് പ്രസാദം എവിടെ? ഗുണ്ടകൾ വന്ന് തട്ടിക്കളഞ്ഞു. എന്താ പറഞ്ഞ? ആ മേഘനാഥൻ സർവ്വസന്നാഹങ്ങളോടെ ഞങ്ങളെ കിട്ടാൻ ആൾക്കാരെ അയച്ചിരിക്കാ സീതമ്മേ. ഇന്നിപ്പോ അമ്പലനടയിൽ വരെ വന്ന് കാത്തു നിൽക്കാൻ തുടങ്ങി. താമസിയാതെ അവര് ഈ വീട്ടുനടയിലും കയറി വരുമെന്ന് ഉറപ്പാ. സീരിയസ് ആയിട്ട് ആലോചിക്കുന്നതേ, കുട്ടിക്കാലത്ത് തൃപ്പങ്ങോട്ട് നിന്ന് ഇങ്ങോട്ട് ഓടി വന്നതുപോലെ ഇവിടെ നിന്ന് മറ്റെങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലോന്ന്. എന്തിന്? എന്റെ പെണ്ണെ, അതൊരു കാലം, അതൊരു ദേശം. ഇന്നിവിടെ നീ നിൽക്കുന്നത് ഒരു രാജാധികാരത്തിന്റെയും കീഴിലല്ലെന്ന് മാത്രം നീ ഓർത്താ മതി. പ്രത്യേകിച്ചും 3 ആണുങ്ങളുള്ള ഈ വീട്ടിൽ കിട്ടുന്ന സുരക്ഷിതത്വം നിനക്ക് മറ്റൊരിടത്തും കിട്ടില്ലെന്നും കൂടി വേണം നീ മനസ്സിലാക്കാൻ. 3 ആണുങ്ങളല്ല, 4 ആണുങ്ങൾ. ഈ വീട്ടിൽ ഞാനും മുരളിയും ഹരിയും മാത്രമല്ല, പുഷ്പൻ ചേട്ടനും പിന്നെ നമ്മുടെ അച്ചൂട്ടനും കൂടെ ഉള്ളത് സീതമ്മ മറന്നു. അല്ല, ഞങ്ങള് അത് പിന്നെ അഞ്ജലി അമ്പലനട നടന്ന കശവശയെക്കുറിച്ച് പറഞ്ഞതാണെന്ന് മനസ്സിലായി. അവന്മാരേതോ മാല പറിച്ച് ഓടുന്നവന്മാരായിരിക്കും. അത് കഴിഞ്ഞു. പിന്നെ ഞാനേ ഇപ്പൊ തന്നെ പോയി നമ്മുടെ നാഥൻ സാറിന്റെ വീട്ടിൽ നിന്ന് അച്ചൂട്ടനെ വിളിച്ചോണ്ടുവരാം. ഏതായാലും ഒന്ന് ഞാൻ നിശ്ചയിച്ചു കഴിഞ്ഞു. അവന്റെ മരണം. അവന്റെ മരണം എന്റെ കൈകൊണ്ട് തന്നെയാ. എങ്ങനെയോ അവനെ കണ്ടുപിടിച്ച് തീർത്തിരിക്കും ഞാൻ.
നമസ്കാരം സർ. പ്രസാദോ, വരൂ, കയറി വരൂ. പ്ലീസ് ഹാവ് എ സീറ്റ്. എന്തുപറ്റി? സാറിന് വലിയ ടെൻഷനിലാണെന്ന് തോന്നില്ല. സോറി, എനിക്ക് സഹായിക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ സഹായിക്കാലെന്ന് ഓർത്തിട്ടാ. ഏയ്, അതൊന്നും വേണ്ടടോ. 1-2 ജോലിക്കാരുടെ പ്രശ്നമാണ്. ഗുഡ് ഫോർ നത്തിങ് ഇഡിയറ്റ്സ്. ശമ്പളം വാങ്ങിക്കും, ജോലി ഒട്ട് ചെയ്യൂല, അത്ര തന്നെ. എന്താ പ്രസാദ് ഇപ്പൊ വന്നത്? പ്രതീക്ഷിച്ചില്ലല്ലോ. അച്ചുമോനെ കൊണ്ടുപോകണമായിരുന്നു. അവധി കഴിഞ്ഞില്ലേ? അവനെ കാണാതെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാ അവിടെ. ഓ യെസ്, എനിക്ക് മനസ്സിലാവും. ഞാൻ വിളിക്കാം. അച്യുത്, അച്യുത്, അച്യുത് മോനെ. അച്ഛാ, അച്ഛൻ ഒരുപാട് നേരമായോ വന്നിട്ട്? ഇപ്പൊ വന്നേ ഉള്ളൂ. അമ്മ എന്താ കൂടെ വന്നില്ലേ? ഇല്ല, നമുക്ക് ചെല്ലുമ്പോ കാണാമല്ലോ. മോനെ കാണാൻ അമ്മ കാത്തിരിക്കുക. എങ്കിൽ ഇത്തവണ അങ്കിളിനെയും കൂടി കൊണ്ടുപോയാലോ വീട്ടിലേക്ക്? അതിനെന്താ, മോൻ വിളിക്കേ. അങ്കിള് വരുമോന്നറിയാലോ. വാ അങ്കിൾ, ഇന്നവിടെ താമസിച്ചിട്ട് നാളെ തിരിച്ചു വന്നാ മതിയല്ലോ. വൈ നോട്ട്? ഞാൻ തീർച്ചയായിട്ടും വരാമല്ലോ. ബട്ട് നോട്ട് ടുഡേ അച്യുത്. വേറൊരു ദിവസം ആവട്ടെ. അങ്കിള് തീർച്ചയായിട്ടും വരാം. മോൻ തൽക്കാലം ഇപ്പൊ പോയിട്ട് വാ. ശരി സർ, ഞങ്ങൾ ഇറങ്ങാം. വാ മോനെ. ശരി, ആയിക്കോട്ടെ. നീ പറഞ്ഞില്ലേ ഇവള് നിന്റെ പെണ്ണാണെന്ന്? അത് വെറും നിന്റെ തെറ്റിദ്ധാരണ. ഇവൾ എന്റെ പെണ്ണാ, എന്റെ മാത്രം പെണ്ണ്. അവൻ എനിക്ക് കണ്ടുപിടിക്കണം മണിച്ച. രാധയെ രക്ഷിച്ച് ഫോണിലൂടെ എന്നെ അപമാനിച്ചില്ലേ? അവനെ കണ്ടുപിടിച്ച് നമ്മുടെ ദേശത്തെ ആംശവാള് കൊണ്ട് തന്നെ അവന്റെ കുരുതി ഞാൻ നടത്തിയിരിക്കും. ഉറപ്പാ. ആ ഉറപ്പൊക്കെ നമുക്ക് നടത്താം. സാർ ഇപ്പൊ വേണ്ടത് അമ്മ എങ്ങനെ തിരിച്ചു കൊണ്ടുവരികയാണ്. ഇവിടെ ഇപ്പോ അമ്മയല്ല എന്റെ കൂടെ വേണ്ടത്, അമ്മായിയ. കോട്ടയ്ക്കൽ ശിവശങ്കരി അമ്മായി ആയിരുന്നെങ്കിൽ ഇവിടത്തെ കഥ മാറിയല്ല. വരട്ടെ, നോക്കാം നമുക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.